വളരെ കൃത്യമായി തന്നെ കോടതിക്ക് മുന്നിൽ ബോധിപ്പിക്കാൻ പ്രോസിക്യൂഷന് സാധിച്ചു. വലിയ പ്രതിഷേധം അവിടെ ഉണ്ടായിരുന്നു. ഡാൻ കുര്യൻ, വിശദാംശങ്ങൾ. വലിയ പ്രതിഷേധങ്ങൾക്ക് നടുവിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ MLA മജിസ്ട്രേറ്റിന് മുമ്പിൽ ഹാജരാക്കിയ ശേഷം അവിടെ നിന്ന് മാവേലിക്കര ജയിലിലേക്ക് കൊണ്ടുപോയിരിക്കുകയാണ്. BJPയുടെ യുവമോർച്ച പ്രവർത്തകരാണ് പ്രതിഷേധവുമായി തെരുവിൽ തടിച്ചുകൂടിയത്. അതിൽ ഒരു പ്രവർത്തകൻ ഇപ്പോൾ പോലീസ് വാഹനത്തിന് മുമ്പിൽ കിടന്ന് പ്രതിഷേധിക്കുന്നതിന്റെ കാലിന് പരിക്കേറ്റിരിക്കുന്നു. അദ്ദേഹവുമായി റോഡിൽ കുത്തിയിരുന്ന് മുദ്രാവാക്യം വിളിക്കുകയാണ് പ്രവർത്തകർ. അവർക്ക് നടുവിലൂടെയാണ് കനത്ത സുരക്ഷാ സംവിധാനങ്ങൾക്ക് നടുവിൽ രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഇവിടെ നിന്ന് ജയിലിലേക്ക് കൊണ്ടുപോയിരിക്കുന്നത്. ആദ്യം ചിരിച്ച മുഖവുമായി ജനറൽ ആശുപത്രിയിൽ വൈദ്യപരിശോധനയ്ക്ക് വിധേയനായ രാഹുൽ മജിസ്ട്രേറ്റിന് മുമ്പിൽ നിന്ന് താൻ അഴിക്കുള്ളിലേക്ക് മാറുകയാണെന്ന കാര്യം അറിഞ്ഞതോടെ വലിയ ഗൗരവമാണ് മുഖത്ത്. ആ ഗൗരവത്തിന് നടുവിൽ രണ്ട് പോലീസ് ഉദ്യോഗസ്ഥർക്ക് നടുവിലിരുന്ന് രാഹുൽ മാങ്കൂട്ടത്തിനുമായി പോലീസ് സംഘം വലിയ സുരക്ഷാ ക്രമീകരണങ്ങൾക്ക് നടുവിലൂടെ ഇവിടെ നിന്ന് മാവേലിക്കര ജയിലിലേക്ക് പുറപ്പെട്ടിരിക്കുകയാണ്. വഴിയിൽ വലിയ പ്രതിഷേധങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത കണക്കിലെടുത്തുകൊണ്ടാണ് ആ പോലീസ് വലിയ സുരക്ഷ ഒരുക്കുന്നത്. അരുണ്, മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, രാഹുലിന്റെ MLA സ്ഥാനം നഷ്ടപ്പെടുത്താനുള്ള നീക്കം, അത് MLA സ്ഥാനത്ത് നിന്ന് മാറ്റാനുള്ള നീക്കം സ്പീക്കറുടെ മറ്റ് MLA-മാരുടെ ഭാഗത്തുനിന്നുണ്ടാകുന്നു എന്നുള്ളതാണ്. ചില MLA-മാർ ഇക്കാര്യം ബോധ്യപ്പെടുത്തിയിട്ടുണ്ട് എന്ന് സ്പീക്കർ പറയുന്ന പശ്ചാത്തലമുണ്ട്. പാർട്ടി പറയുന്നത് അത് തങ്ങളുടെ തീരുമാനമല്ല, തങ്ങൾ പുറത്താക്കിയ ആളാണ്. ഇനി MLA സ്ഥാനം കൂടി പോയാൽ ആകെ രാഹുലിന്റെ ഭാവി എന്നുള്ളത് പൂർണ്ണമായും ഇരുട്ടിലാവും. അരുൺ, അത് വ്യക്തമാക്കുന്നതാണ്. രാഹുലിനെ അയോഗ്യനാക്കാനുള്ള നടപടികളും സ്പീക്കർ ആരംഭിച്ചിട്ടുണ്ട്. അതിനുള്ള നിയമോപദേശം സ്പീക്കറുടെ ഓഫീസ് നിയമസഭാ സെക്രട്ടേറിയറ്റും ഉടൻ തേടുമെന്നാണ് സ്പീക്കർ എന്ന് വ്യക്തമാക്കിയത്. മാത്രമല്ല, ഒരു MLA രാജിവെച്ചില്ലെങ്കിൽ അയാളെ പുറത്താക്കാൻ നിയമസഭയുടെ MLA-മാർ എങ്ങനെയൊക്കെ പെരുമാറണമെന്ന് കൃത്യമായ ചട്ടം നിയമസഭാ സാമാജികരെ സംബന്ധിച്ചിടത്തോളമുണ്ട്. ഒരാൾ എങ്ങനെയൊക്കെ നിയമസഭാ സാമാജിക നിലയിൽ തെറ്റായി പെരുമാറിയാൽ പുറത്താക്കാനുള്ള വകുപ്പുകൾ അവിടെയുണ്ട്. അത് പ്രധാനമായും എത്തിക്സ് ആൻഡ് പ്രിവിലേജ് കമ്മിറ്റിക്ക് പരാതി ലഭിക്കണം. അത്തരം പരാതികൾ വൈകാതെ നിയമസഭ എത്തിക്സ് ആൻഡ് പ്രിവിലേജ് കമ്മിറ്റിക്ക് ലഭിച്ചേക്കും. അത് ചില MLA-മാർ അത് സംബന്ധിച്ച് തന്നോട് ആരാഞ്ഞു എന്നാണ് സ്പീക്കർ വ്യക്തമാക്കിയത്. അതായത് അത്തരം നീക്കങ്ങളും രാഹുലിനെതിരെ ഉണ്ടാകും. കോൺഗ്രസ് പറയുന്നത് പോലെ പുറത്താക്കിയ ആളാണ്, ഇനി എങ്ങനെ രാജിവെക്കാൻ ആവശ്യപ്പെടും, ഞങ്ങൾക്ക് അയാളുടെ മേൽ ഒരു നിയന്ത്രണവുമില്ല എന്ന് പറയുന്നത് പോലെ മാത്രമാകില്ല കാര്യങ്ങൾ. രാഹുൽ രാജിവെച്ചില്ലെങ്കിലും രാഹുലിനെ പുറത്താക്കാൻ നിയമസഭയുടെ ചട്ടങ്ങൾ പ്രകാരം വകുപ്പുകളുണ്ട്, അതിനുള്ള നിയമ വഴികളുണ്ട്. ആ വഴികളിലേക്ക് ഇപ്പോൾ ആലോചനകൾ പോകുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. അതാണ് സ്പീക്കർ വ്യക്തമാക്കിയത്. രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, ഇത്തരത്തിൽ ഈ രാഹുൽ മാങ്കൂട്ടത്തിനെ അയോഗ്യനാക്കാനുള്ള നടപടികളിലേക്ക് നിയമോപദേശം അടക്കം മുന്നോട്ട് കൊണ്ടുപോകും. അത് രണ്ടാമത്തെ വഴി എന്നുള്ളത് ഈ എത്തിക്സ് ആൻഡ് പ്രിവിലേജ് കമ്മിറ്റിയുടെ കാര്യങ്ങളാണ്. അതിൽ പരാതി ലഭിച്ചാൽ അതുമായി ബന്ധപ്പെട്ടും രാഹുലിനെ അയോഗ്യരാക്കാൻ കഴിഞ്ഞേക്കാം. ആ കാര്യങ്ങളുടെ സാധ്യതകളും ഇപ്പോൾ പരിശോധിക്കുന്നുണ്ട്. ഏതായാലും ഈ കാര്യങ്ങളിൽ വളരെ കൃത്യമായി തന്നെ നിയമസഭാ സെക്രട്ടേറിയറ്റും നടപടികളുമായി മുന്നോട്ട് പോവുകയാണ്. 20-ാം തീയതി നിയമസഭാ സമ്മേളനം തുടങ്ങുകയാണ്. സ്വാഭാവികമായും അപ്പോഴും ഈ കാര്യങ്ങൾ ഉണ്ടാകാം, അപ്പോഴും ചില നീക്കങ്ങൾ നടന്നേക്കാം. സഭാ സമ്മേളനം ചേരുമ്പോൾ തന്നെ രാഹുലിൻ്റെ ഇത്തരം പരാതികൾ ഒരുപക്ഷെ ലഭിക്കാനുള്ള സാധ്യതയും തള്ളിക്കളയാൻ കഴിയില്ല. രാഹുൽ മാങ്കൂട്ടത്തിന്റെ MLA സ്ഥാനം നഷ്ടമാകുമോ എന്നത് കൂടി കാത്തിരുന്ന് കാണേണ്ടി വരും. സ്പീക്കർ അത്തരം ചില നീക്കങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞു. മൂന്നാമത്തെയോ നാലാമത്തെയോ ഇനി 10 കേസ് വന്നാലും he can be directed to appear. എന്നിട്ട് അപ്പിയർ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ you can get the other bail cancel. രണ്ട് കേസിലും ബെയിൽ തെറിക്കത്തില്ലേ? I don't understand. പിന്നെ വേറെ കാര്യമുണ്ട്, ഇപ്പോൾ മീഡിയ ടെൻഷൻ ആയില്ലേ? ഇതിപ്പോ അഭിഭാഷകനെ പോലും കാണാനെന്നില്ല പറഞ്ഞിട്ട് സമ്മതിച്ചില്ലെന്നുള്ള ഒരു ആരോപണമുണ്ടല്ലോ. അതിലൊന്നും ഞങ്ങൾക്ക് പരാതി ഒന്നുമില്ല. നാളെ ഇറ്റ് വിൽ ബി കൺസിഡർഡ് ബൈ ദ മജിസ്ട്രേറ്റ്. ദേ ആർ ആസ്കിംഗ് ഫോർ എ കസ്റ്റഡി. അത് കഴിയട്ടെ. ബിക്കോസ് ഒരു അറസ്റ്റ് ഓർ റിമാൻഡ് ഈസ് നോട്ട് ദി എൻഡ് ഓഫ് ദ റോഡ്. ഇതെല്ലാം കാര്യങ്ങളുണ്ട് ഒരു കേസിനകത്ത്. തിങ്സ് ആർ ദേർ. ഒന്നുമില്ല, ഓർഡിനറി റിമാൻഡ്. വാട്ട് ഈസ് ദേർ ഇൻ ദാറ്റ്? നോൺ വെയിലബിൾ കോഗ്നൈസബിൾ ഒഫൻസ്. മജിസ്ട്രേറ്റ് cannot grant bail in this case. Sessions. Therefore she posted the bail application for hearing tomorrow. And our charge magistrate ആണ്. Tomorrow the jurisdictional magistrate will hear the bail application. അല്ല, ഈ അറസ്റ്റിന്റെ ആവശ്യമില്ലായിരുന്നു എന്നാണ് പറയുന്നതിന്റെ കാരണം എന്താണ്? കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കേസിനകത്ത് ബെയിൽ കിട്ടിയിട്ടുണ്ട്, ആന്റിസിപ്പേറ്ററി ബെയിൽ, regarding that Bangalore case. Okay. The other one അവിടെ ബെയിൽ ഡിനേ ചെയ്തു ട്രിവാൻഡ്രം സെഷൻസ് കോർട്ടിൽ. അത് ഹൈക്കോർട്ടിൽ അത് അറസ്റ്റ് തടഞ്ഞിട്ടുണ്ട്. ബെയിൽ കിട്ടിയ കേസിനകത്തും അറസ്റ്റ് തടഞ്ഞ കേസിനകത്ത് ഹീസ് അണ്ടർ ദ ജൂറിസ്ഡിക്ഷൻ, ദ സൂപ്പർവിഷൻ ഓഫ് ദി പോലീസ്.
അപ്പം മറ്റേതിനകത്ത് കണ്ടീഷൻസ് ഉണ്ട്. ഏത് പോലീസിന് മുമ്പ് ഹാജരാവണമെന്നുള്ള കണ്ടീഷൻസ് ഉണ്ട്. He has already given several messages to the DYSP as well as to Pungadali, the DIG, that please specify the time and place. I will come and appear. And Pungadali has replied stating that we will inform you. I have the mobile shots with me. Let it be the third case or the fourth case or the 100th case. He can be asked to appear. If he does not appear, get the other 2 bail cancel. മറ്റ് 2 കേസുകളില്ലാതെ അതുപോലെ അപ്പൊ പിന്നെ 3 കേസിന് അത് പോകത്തില്ലേ? മറ്റ് 2 കേസുകൾ അതല്ലേ സാധാരണ ചെയ്യുക. സാമ്പത്തിക ചൂഷണത്തിന്റെ ഒരു പരാതി കൂടി ഈ ഒരു കേസിലുണ്ട് എന്ന്. ഏത് കേസിനകത്താ? ഈ 3ാമത്തെ കേസിൽ എന്നാര് പറയുന്നു? പരാതിക്കാർ പറയുന്നത് സാമ്പത്തികമായി തന്നെ ഞാൻ ഐ ഹാവ് നോട്ട് സ്റ്റഡി ദ റെക്കോർഡ്സ് കഴിഞ്ഞു. FIR കോപ്പി കണ്ടോ? താങ്കൾ കണ്ടോ? ഐ ഗോട്ട് ദ കോപ്പി ഓഫ് ദ റിമാൻഡ് റിപ്പോർട്ട്. ഞാൻ വായിച്ചു നോക്കിയില്ലേ ശരിക്കും. വകുപ്പുകൾ ഏതൊക്കെയാണ്? അങ്ങനെ എന്തെങ്കിലും? 376. ഡാൻ കുര്യൻ തുടരുന്നുണ്ട്. ഡാന്, രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ അഭിഭാഷകനാണ് എന്നാണ് മനസ്സിലാക്കുന്നത് ശാസ്ത്രമംഗലം അജിത് കുമാർ. ജാമ്യം ലഭിക്കുമെന്ന പ്രതീക്ഷ പങ്കുവെക്കുകയാണോ? അതായത് അനാവശ്യമായ ഒരു അറസ്റ്റാണ് ഇപ്പോൾ ഈ കേസുമായി ബന്ധപ്പെട്ട് ഉണ്ടായിരിക്കുന്നത് എന്നാണ് അദ്ദേഹം പറഞ്ഞു വെക്കുന്നത്. കാരണം അന്വേഷണത്തിന് നേതൃത്വം നൽകുന്ന AIG ജി പൂങ്കുഴലിയെ മെസ്സേജിലൂടെ താൻ എവിടെ എപ്പോൾ ചോദ്യം ചെയ്യലിൽ ഹാജരാകണം എന്ന് ചോദിച്ച് രാഹുൽ തന്റെ മെസ്സേജ് അയച്ചതിന്റെ തെളിവുകൾ തന്റെ പക്കലുണ്ട്. പക്ഷേ അപ്പോഴൊക്കെ ലെറ്റ് മീ ഇൻഫോം യു എന്ന് മാത്രമാണ് അന്വേഷണ ഉദ്യോഗസ്ഥ മറുപടി നൽകിയത്. പക്ഷേ ഇതൊരു അപ്രതീക്ഷിതമായ നാടകീയമായ നടപടിയായി പോയി എന്നാണ് അദ്ദേഹം പറഞ്ഞു വെക്കുന്നത്. 3 കേസുകളും കോടതി എന്തായാലും പരിഗണിക്കുമല്ലോ. പിന്നെ എന്തിനാണ് തിടുക്കത്തിൽ ഇങ്ങനെയൊരു കേസിൽ രാത്രിയിൽ വിളിച്ചു വരുത്തി ഫ്ളാറ്റിലെത്തി അറസ്റ്റ് ചെയ്ത സാഹചര്യം ഉണ്ടായത്? അങ്ങനെ ഒരു നീക്കത്തിന്റെ ആവശ്യമുണ്ടായിരുന്നു എന്നാണ് അദ്ദേഹം പറയുന്നത്. 376 വകുപ്പ് ചുമത്തിയാണ് കേസെടുത്തിരിക്കുന്നതെന്ന് അദ്ദേഹം പറയുന്നുണ്ട്. FIR പകർപ്പ് കണ്ടുവെന്ന് പറയുന്നു. നാളെ തന്നെ ജാമ്യാപേക്ഷയുമായി കോടതിയെ സമീപിക്കാൻ ഒരുങ്ങുകയാണ് ശാസ്ത്രമംഗലം അജിത് കുമാർ. എന്തായാലും നിലവിലെ സാഹചര്യത്തിൽ പോലീസ് കസ്റ്റഡി അപേക്ഷ സമർപ്പിക്കുകയാണെങ്കിൽ അതിനായിരിക്കും പ്രഥമ പരിഗണന നൽകുക. അങ്ങനെ കസ്റ്റഡിയിൽ വാങ്ങിയതിനു ശേഷം വിശദമായ ചോദ്യം ചെയ്യൽ കൂടി പൂർത്തിയാക്കിയതിനു ശേഷമേ രാഹുൽ മാങ്കൂട്ടത്തിന്റെ ജാമ്യാപേക്ഷയിൽ കോടതി തീർപ്പ് കൽപ്പിക്കാൻ ഇടയുള്ളൂ, അതിനെ സാധ്യതയുള്ളൂ. എന്തായാലും നിലവിലെ സാഹചര്യത്തിൽ പരാതിയുടെ ഗൗരവ സ്വഭാവം കണക്കിലെടുത്തുകൊണ്ട് തന്നെയാണ് കോടതി മജിസ്ട്രേറ്റ് റിമാൻഡ് ചെയ്യുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നത്. അങ്ങനെയെങ്കിൽ കസ്റ്റഡിയിൽ വാങ്ങി വിശദമായി ചോദ്യം ചെയ്യേണ്ടതുണ്ട് എന്നാണ് പോലീസ് വ്യക്തമാക്കുന്നത്. ഇന്ന് ഒരു തരത്തിലുള്ള ചോദ്യം ചെയ്യലിലേക്ക് കടന്നിട്ടില്ല. പ്രാഥമികമായ നടപടിക്രമങ്ങൾ മാത്രം പൂർത്തിയാക്കിയിരിക്കുന്നു. ഇനി ചോദ്യം ചെയ്യലിലേക്ക് കടക്കുമ്പോഴേ ഡിജിറ്റൽ തെളിവുകളടക്കം ഹാജരാക്കിക്കൊണ്ട് ഉഭയസമ്മത പ്രകാരം നടന്ന ബന്ധമാണ് എന്ന് സ്ഥാപിക്കാനുള്ള രാഹുലിന്റെ വാദങ്ങൾ പോലീസിനും പ്രത്യേക അന്വേഷണ സംഘത്തിനും പ്രതിരോധിക്കാനാവൂ. ആ നീക്കങ്ങളിലേക്കാണ് അവർ ഇനി കടക്കുന്നത്. എന്തായാലും വലിയ തരത്തിൽ വിവാദമുണ്ടാക്കിയ ഒരു സംഭവത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിന് ഉയർന്ന 3ാമത്തെ ലൈംഗിക പീഡന പരാതിയിൽ, സമാന സ്വഭാവത്തിലുള്ള 3ാമത്തെ പരാതിയിൽ പോലീസ് പഴുതടച്ച് നടത്തിയ അന്വേഷണത്തിനൊടുവിൽ രാഹുൽ മാങ്കൂട്ടത്തിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തി രാഹുലിനെ അഴിക്കുള്ളിലാക്കാൻ പോലീസിന് കഴിഞ്ഞിരിക്കുന്നു. വലിയ വിമർശനങ്ങളാണ് ആദ്യ കേസിൽ രാഹുൽ ഒളിവിൽ പോയതിന് പിന്നാലെ അന്വേഷണ സംഘത്തിന് നേരിടേണ്ടി വന്നത്. ആ വിമർശനങ്ങൾക്കെല്ലാമുള്ള മറുപടിയായി മാറുകയാണ് AIG ജി പൂങ്കുഴലിയുടെ നേതൃത്വത്തിൽ പ്രത്യേക അന്വേഷണ സംഘം വളരെ ചടുലമായി നടത്തിയ രഹസ്യമായ നീക്കം. ആ നീക്കമാണ് സമർത്ഥമായ ഒടുവിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന പാലക്കാടിന്റെ MLA അഴിക്കുള്ളിലേക്ക് എത്തിക്കുന്നത്. അതാണ് പ്രധാനപ്പെട്ട കാര്യം. രാഹുൽ മാങ്കൂട്ടത്തിൽ അഴിക്കുള്ളിലേക്ക് എത്തുന്ന സാഹചര്യം. അഭിഭാഷകൻ പറയുന്നത് ഈ അറസ്റ്റ് പോലും അനാവശ്യമായിരുന്നു എന്നാണ്. പക്ഷേ അപ്പോഴും 3ാമത്തെ പരാതിയുമായി ബന്ധപ്പെട്ട് വളരെ ചടുലമായ നീക്കങ്ങൾ പോലീസിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നുണ്ട്. AIG നേരിട്ടാണ് ഈ വിഷയങ്ങളിൽ ഇടപെടുകയും രാഹുലിനെ അറസ്റ്റ് ചെയ്യാനുള്ള നിർദ്ദേശം നൽകുകയും മറ്റും ചെയ്തത്. ഉന്നതതലങ്ങളിൽ മാത്രം അറിഞ്ഞുകൊണ്ടുള്ള ഒരു റെയ്ഡ്, അതിനുശേഷമുള്ള അറസ്റ്റ്. പാലക്കാട്ടെ ഹോട്ടലിൽ നിന്ന് രാഹുലിനെ കസ്റ്റഡിയിലെടുക്കുന്നു. തുടർന്ന് പത്തനംതിട്ടയിലെ AR ക്യാമ്പിലെത്തിക്കുന്നു, ചോദ്യം ചെയ്യുന്നു. 6 മണിക്കൂറോളം നിന്ന് ചോദ്യം ചെയ്യലിൽ സഹകരിക്കാത്ത രാഹുൽ മാങ്കൂട്ടത്തിൽ ഉഭയകക്ഷി സമ്മതപ്രകാരമാണ് ഈ ബന്ധങ്ങളെല്ലാം ഉണ്ടായത് എന്ന് അവർ പറയുമ്പോഴും ഇത്തരത്തിലുള്ള നിർണായകമായ നീക്കങ്ങൾ ഉണ്ടാകുന്നു. കോടതിയെ അത് ബോധ്യപ്പെടുത്താൻ സാധിക്കുന്ന പശ്ചാത്തലത്തിൽ കൂടിയാണ് ഇപ്പോൾ ജാമ്യം നിഷേധിക്കപ്പെട്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ ജയിലിലേക്ക് പോകുന്നത്. മാവേലിക്കര സബ് ജയിലിലേക്കാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ പോവുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. റിമാൻഡ് തടവുകാരനായി രാഹുൽ മാങ്കൂട്ടത്തിൽ മാവേലിക്കര സബ് ജയിൽ ഉണ്ടാകും. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.